അപ്പോൾ ജംഇൻ്റെയും കസറിൻ്റെയും മസല മൂന്നാമത്തെ ക്ലിപ്പിൻ്റെ അവസാനം പറഞ്ഞ ഭാഗം മുന്തിച്ച് ജമ്മാക്കുന്നതിനെ പറ്റിയുള്ള വിവരണമാണ്. അപ്പോൾ ആ രണ്ട് നമസ്കാരങ്ങളുടെ ഇടയിൽ ദീർഘിപ്പിക്കാൻ പാടില്ല. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത് നിസ്കരിച്ചോളൂ. പിന്തിച്ച് ജമ്മാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത് നിസ്കരിച്ചോളൂ. അപ്പോൾ ഈ രണ്ട് നമസ്കാരങ്ങളുടെ ഇടയിൽ പിന്നെ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് സുന്നത്ത് ചുരുങ്ങിയ നിലയിൽ നിസ്കരിക്കുക. എത്ര ടൈമാണോ അത്ര ടൈം എടുക്കാവുന്നതാണ്. അതിൽ 1 മിനിറ്റോ 1.5 മിനിറ്റോ അതിൽ കൂടുതലൊന്നും ദീർഘിപ്പിക്കാൻ പാടില്ല. ഇഖാമത്ത് വിളിക്കുക, അടുത്ത് നിസ്കരിക്കാം. ഇനി പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസല, അതായത് ളുഹർ നിസ്കാരത്തിന് അസറിലേക്ക് പിന്തിച്ചാണ് ജമ്മാക്കി നിസ്കരിക്കുക ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ നമസ്കാരത്തിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ കരുതണം, നിയ്യത്ത് വെക്കണം. ഞാൻ ഇതിനെ ജമ്മാക്കി നിസ്കരിക്കാൻ കരുതി, പിന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം, ളുഹറിനെ അസറിലേക്ക് പിന്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ളുഹർ നമസ്കാരത്തിനെ അസറിലേക്ക് പിന്തിച്ചു ജമ്മാക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി എന്ന നിയ്യത്ത് അവൻ ആ ളുഹറിൻ്റെ സമയം തീരുന്നതിന് മുമ്പേ വെക്കണം. മനസ്സിലായില്ലേ? മഗ്രിബിനെ ഇശായിലേക്ക് ജമ്മാക്കാനാണ് കരുതുന്നതെങ്കിൽ മഗ്രിബിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് തന്നെ അവൻ കരുതണം, മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കണം. മുന്തിച്ച് ജമ്മാക്കുമ്പോൾ ഒന്നാമത്തെ നമസ്കാരത്തിലാണ് ഈ നിയ്യത്ത് വെക്കേണ്ടതെങ്കിൽ പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ഒന്നാമത്തെ നമസ്കാരത്തിൻ്റെ സമയം തീരുന്നതിന് മുമ്പേ ആണ് ഈ നിയ്യത്ത് വെക്കേണ്ടത്. അങ്ങനെ നിയ്യത്ത് വെക്കാതെയാണ് സമയം തീർന്നതെങ്കിൽ പിന്നെ നമസ്കാരം ഖളാ ആയിപ്പോവും. അതിനെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയം തീരുന്നതിന് മുമ്പ് തന്നെ നിയ്യത്ത് വെക്കണം പിന്തിച്ച് ജമ്മാക്കുമ്പോൾ.